ഹായ് ഫ്രണ്ട്സ് ടോട്ട് ആ ഹീറോയുടെ ഫ്രണ്ടിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഹീറോയെ കണ്ട കഥ വാ മിണ്ടാതെ ഇതിങ്ങനെ പറയായിരുന്നു. ആറമ്മ ഇരുന്നിട്ട് ഹീറോയിനെ നോക്കുമായിരുന്നു. വെച്ച് കണ്ണടക്ക ഹീറോയിനെ നോക്കുമായിരുന്നു. അങ്ങനെ ആറാമ്മ വന്നിട്ട് ജിൻ ചോദിച്ചു എന്താടാ പറ്റി. ഒന്നുമില്ലടാ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഹീറോയിനെ ഒരു നോക്കുമായിരുന്നു. ഹീറോയിൻ എന്തെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത്. 7 പേർക്ക് ഹീറോയിനെ കുറച്ച് കുറച്ച് പിടിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ഹീറോമാർ 7 പേർ എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് പിടിച്ചെന്ന്. അപ്പോൾ അവർ ഇരിക്കുക എന്താടാ ചെയ്യുക എന്ന് 7 പേരെ ഒരാൾ പറയാൻ തുടങ്ങി. ആറം പറയാൻ തുടങ്ങി. ആ ഞാൻ പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു ജിന്നോട് പറഞ്ഞു. അപ്പോൾ ജിൻ പറയാൻ തുടങ്ങി എല്ലാവരും വലുത് ഞാൻ പോയിട്ട് പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ വേണ്ടത് എങ്ങനെ പറയും ഞാൻ ഓൾഡ് വേഴ്സ് ആൻസം ജിൻ എന്ന് പറഞ്ഞായിരുന്നു. 7 പേർ പറഞ്ഞു ഓരോരോ പ്ലാൻ. അങ്ങനെ ഹീറോയിനെ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ശരി ജിൻ പറയാൻ തുടങ്ങി ഫസ്റ്റ് വലുത് ഞാൻ പോയിട്ട് ഫസ്റ്റ് വിട്ടു. ആഹാ അതൊന്നും പറ്റില്ല എന്ന് ജങ്കുക്ക് പറയും. നീ മിണ്ടാതിരടാ നീ കടസ്തി ലാസ്റ്റ് നീ പോടാ എന്ന് പറഞ്ഞിട്ട് പോയി. ചാറവും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയെന്ന്. പാവോ ജങ്കുക്ക് ഇത് വീട് പാടി. അങ്ങനെ ഹീറോയി വരാൻ തുടങ്ങിയായിരുന്നു കോളേജ് കളിക്കിയിട്ട്. അങ്ങനെ ഹീറോയി കോളേജ് കളിക്കി ടയർഡായിട്ട് വരാൻ തുടങ്ങി. ലിഫ്റ്റിലുണ്ടായിരുന്നു ജിന്നുണ്ടായിരുന്നു. ഓ ലിഫ്റ്റിൽ ഞാൻ പോകുന്നതായിട്ടൊക്കെയാണ്. അങ്ങനെ ലിഫ്റ്റിൽ ഹീറോയിൻ നമ്പർ ഒത്താൻ പോയായിരുന്നു. അപ്പോൾ ജിന്നൊത്തി ശരി ഇവർ ഹീറോയിൻ നമ്പർ ഒത്തിയായിരുന്നു. അതെ അതെ ജിന്നും കഴിഞ്ഞ് പിന്നെ ഞാൻ ഒത്തിക്കോളാം എന്ന് ഹീറോയിൻ മിണ്ടാതിരുന്നു. അങ്ങനെ ജിന്ന് ഹീറോയിനെ നോക്കാൻ തുടങ്ങിയാണ്. ശരി ഓക്കെ ജിന്നിൻ്റെ ഇങ്ങനെയായിട്ട് ജിമ്മിൽ പോകുന്ന പ്ലേസൊക്കെ എത്തി. അതുകൊണ്ട് ശരി ഇല്ലെങ്കിൽ ലിഫ്റ്റിൽ വന്നിരുന്നു. ഓ ഡോർ തുറന്നു. ഓക്കെ എന്ന് ഹീറോയി കണ്ടുകാതെ ലിഫ്റ്റിനകത്ത് പോകും. ജിന്ന് ഹീറോയ്ക്ക് ഇറങ്ങുന്നത് കണ്ടില്ല. ഒരു വലിയ ഇവിടെ അല്ലല്ലോ. ഓ അത് മറന്നുപോയി. അങ്ങനെ ഹീറോയിൻ്റെ കൂടെ വരാം. ജിന്ന് ഹീറോയിൻ്റെ കൂടെ വരാൻ തുടങ്ങി. ഹീറോയിൻ സാർ നിങ്ങളുടെ നമ്പർ ഇത്ര ആണല്ലേ. ജിന്ന് ഹീറോയുടെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് എന്നെ പിടിച്ചിരുന്നത്. ഇങ്ങനെ ജിന്ന് ഹീറോയെ ഇറങ്ങാൻ പോകുന്നുണ്ട്. ജിന്നുവിനോട് പറയുന്നത് ഞാൻ മേൾക്ക് പോകുന്നതാണ് മേലെ എൻ്റെ റൂമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ താഴെ അതെൻ്റെ റൂമാണ് ജിന്നു പറയുന്നത്. ഇവിടെ ഉണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ശരി ഓക്കെ സംസാരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ജിന്ന് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. ഹീറോയ്ക്ക് ഷോക്ക്. അതെങ്ങനെ സെറ്റാവില്ല എന്ന് ഹീറോയി പറയാൻ തുടങ്ങി. അങ്ങനെ ജിന്ന് പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്തതെന്ന് ജിന്ന് ഹീറോയിൻ്റെ കയ്യിൽ ഒരു ബോക്സ് അത് കൊടുത്തിട്ട് ഗുഡ് ഓടിപ്പോയി. ഹീറോയ്ക്ക് കൺഫ്യൂസായി. മച്ചി നടന്ന കാര്യം ഫ്രണ്ടിനോട് പറഞ്ഞു. ഫ്രണ്ട് പറഞ്ഞു കൺഗ്രസ് കൂടി പറഞ്ഞു. ഹീറോ ആച്ചാക്കാൻ തുടങ്ങി ഞാൻ 6 റിജക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവരെന്തിനാണ് എനിക്ക് പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഹീറോ സാഡായിരുന്നു. ശരി കോഫി ഒന്ന് കഴിച്ച് പോകാമെന്ന്. അത് വെളിയിൽ വരുമ്പോൾ ആറം സുഖം ഉണ്ടായിരുന്നു. അയ്യോ ഈരോണ്ട് ആറം ഹീറോയിനെ വെച്ചായിരുന്നു. അവിടുന്ന് മുങ്ങി. ഇത് ശുഗ ശ്രദ്ധിച്ചു. ശരി ഓക്കെ ഞാൻ പോവാന്ന് ശുഗ ഹീറോയിങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് സമാധാനം ആരും കൊണ്ടു കാണിട്ടല്ലേ ശുഗ വെച്ച് പോടുന്നു ഹീറോ പറയുന്നു. ശുഗ വേഗം തട്ടും തുടങ്ങി. ഹീറോ ശുഗ സാർ നിങ്ങൾ എന്താ സാർ ചെയ്യാ അതെന്ന് ശുഗ പറയുമായിരുന്നു. എന്നാ അതൊന്ന് കാട്ടി എന്താ സാർ ഗിഫ്റ്റ് ഐ ലവ് യു എപ്പോൾ പറഞ്ഞു ആശാക്കിയിട്ട് പറഞ്ഞു എന്ന് ശുഗ അവിടുന്ന് പോയി. ഹീറോയ്ക്ക് ഇടി വീണാനിക്കായി എന്ത് 2 പേരാ ഇപ്പം എന്ത് സിറ്റാവില്ല. ഹീറോയി കൺഫ്യൂസിൽ നടക്കുകയാണ്. ആറാം വന്നിട്ട് പ്രപ്പോസ് ചെയ്ത് ആറാം ഇവിടുന്ന് പോയി. ഹീറോയ്ക്ക് തലയിൽ ഇടി വീണാനിക്കായി എന്ത് സംഭവിക്കുന്നു. ശരി ഇനി വെളിയിലേ പോകാൻ പാടില്ല. ഇനി 3 പേര് പ്രപ്പോസ് ചെയ്ത് ഇപ്പം എന്താ ചെയ്യാന്ന്. ഹീറോയിൻ മാസ്ക് ഇതെല്ലാം ഇട്ടിട്ട് ലിഫ്റ്റിൽ കയറിയിട്ട് പോയി. സമാധാനമായി ഇനി ഒറ്റ ഓടിപ്പോയി. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു എടി നമുക്ക് ക്ലാസ്സിൽ ഡാൻസ് മാസ്റ്റർ വരാൻ പോവാം എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. ഡാൻസ് മാസ്റ്ററാ ആരടി ഇത് എന്ന് പറഞ്ഞിരുന്നു. നോക്കുമ്പോൾ ഒരു ഗേളായിരുന്നു. ആ ഗേൾ കണ്ടു പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഡാൻസ് നന്നായിട്ട് പഠിപ്പിച്ചു വന്നു. ഹീറോയി ശരി ഓക്കെ എന്ന് ഞാൻ വെളിയിൽ വന്നായിരുന്നു. ഐസ്ക്രീം ഷോപ്പിൽ ഇരുന്ന് അനുസരിക്കായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ബാത്റൂം പോയിട്ടായിരുന്നു. അപ്പോൾ ജേഹൂപ്പ് വന്നു. ഹീറോയ്ക്ക് വന്ന് പ്രപ്പോസ് ചെയ്തു. ഹീറോയി തലയിൽ കൈ വെച്ച് അയ്യോ സാർ എല്ലാവരും പ്രപ്പോസ് ചെയ്തു. ജേഹൂപ്പ് അവിടുന്ന് പോയി. ഫ്രണ്ട് വരുന്ന കണ്ടിട്ട് കയറിയാൻ തുടങ്ങി. എന്ത് പറ്റി മച്ച് നടന്ന കാര്യം പറഞ്ഞത്. ഹീറോയിൻ്റെ ഫ്രണ്ട് ചിരിക്കാതെ ഇനി ബാക്കി മെമ്പേഴ്സും ഉണ്ടടി നെക്സ്റ്റ് ജിമിനായിട്ട് പ്രപ്പോസ് ചെയ്യാൻ ജിമിനായിട്ട് വീയാതോണം പോടി ഒരിക്കാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ വായി മുടി ഞാൻ പറഞ്ഞത്ര അടാ ജിമ്മിന് വന്നു വാടി ഇവിടുന്ന് പോവാന്ന് സ്കിമില്ല ഒന്നുമില്ല എന്ന് ജിമ്മിന് പറയാൻ സ്റ്റോപ്പ് ചെയ്തു. പറഞ്ഞു സാർ ഹീറോയുടെ ഫ്രണ്ട് നോക്കായിരുന്നു. സാർ ഞാൻ പറഞ്ഞു വന്നു. ഹീറോയ്ക്ക് അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞു എന്നോട് ഒറ്റ അന്ന് കയറി വന്നിട്ട് കയറി ഇനി 2 പേരുണ്ട് ഒരു എവിടെയും സാരില്ല അവർക്കും 2 പേർക്കാണ് വേണ്ടി ഡ്രസ്സ് വെക്കില്ല എന്ന് ഹീറോ മനസ്സിലായത്. നല്ല ഉറങ്ങിയായിരുന്നു. അങ്ങനെ നൈറ്റായിരുന്നു. ബാതിലോട്ടായിരുന്നു. ആരാ എത്ര മണിയായി ആരാ ഇപ്പോൾ ആദ്യം ഹീറോ തുറന്ന് നോക്കുമ്പോൾ വി ആയിരുന്നു.
അങ്ങനെ പ്രപ്പോസ് ചെയ്ത് എനിക്ക് അറിയാൻ തുടങ്ങി. ഇത് ഫ്രണ്ട് അടിച്ച് വന്ന് വി നിനക്ക് അറിയാൻ തുടങ്ങി. വി അവിടുന്ന് ഒറ്റ ഓട്ടം ഓടി പോയി മച്ചേ പോയി പ്രപ്പോസ് ചെയ്ത് എന്നൊക്കെ അറിയാൻ തുടങ്ങി. സമാധാനം ആക്കുന്നത് ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയാൻ തുടങ്ങി. ശരിടി, ഹലോ അമ്മ, ഞാൻ വീട്ടിലേക്ക് വരാൻ പോവാ അച്ഛാ എന്നൊക്കെ അറിയാൻ തുടങ്ങി. എന്തെങ്കിലും മകറിനാം എടി മച്ചി ഇന്നെന്താ ബാക്ക് ചെയ്ത് പോവാ. അങ്ങനെ ഹീറോ പാക്ക് ചെയ്ത് മച്ചി കുറച്ച് ഉറങ്ങാം. അങ്ങനെ ഹീറോ നല്ല ഉറങ്ങിയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഹീറോയിനെ വെയിറ്റ് ചെയ്തായിരുന്നു. ഹീറോ സാധാരണ ബാഗ് എടുത്തോണ്ട് വരുന്നത്. ഹീറോയിൻ്റെ ഫ്രണ്ട് ശരിയുടെ ബാഗിനെ എടി ഞാൻ കാറിൻ്റെ അടുത്ത് പോകാന്ന്. കാറിലെല്ലാം ബാഗിൽ വെച്ചു. എൻ്റെ ഫ്രണ്ട് കുറച്ച് സംസാരിക്കുക, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അത് റോസി അങ്ങനെ രണ്ടുപേർ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് കാറിൽ പോകാമെന്ന് ജങ്കൊക്കെ വിളിച്ചായിരുന്നു. ഹീറോ തിരിച്ച് നോക്കും. എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ജങ്കൊക്കെ എന്ത് പറ്റി, എന്താ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് പറയണല്ലേ. അത് ശരി, അതെങ്ങനെ അറിയും പറഞ്ഞോ അങ്ങനെ പ്രപ്പോസ് ചെയ്ത് സാർ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോയി. കാരണം ജങ്കൊക്കെ കൺഫ്യൂസായി. ജങ്കും പ്രപ്പോസ് ചെയ്തു. ജങ്കും കൊടുത്ത ഗിഫ്റ്റ് വീട്ടിൽ പോയിട്ടിരുന്നു. ഹീറോ ക്യാരി ചെയ്യാൻ തുടങ്ങിയിരുന്നിട്ട് അച്ഛനൊക്കെ അമ്മയൊക്കെ മനസ്സിലായില്ല എന്തിനാ ക്യാരി ചെയ്യുന്നത്. നടന്ന കാര്യം അമ്മനോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു. അച്ഛന് പേപ്പർ ന്യൂസ് വരച്ച് ചായ കുടിച്ചുകൊണ്ടായിരുന്നു. ഇത് കേട്ട് അച്ഛനൊക്കെ ഷാക്ക്. എന്താ നീ പറഞ്ഞു. അമ്മ അവിടെ കിച്ചണിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്ക് ചെയ്തിട്ട് എല്ലാം വെച്ചിട്ടായിട്ട് വന്നതാണ്. വന്നിട്ട് എന്താണ് പറഞ്ഞത്, വരുന്ന കാര്യം പറഞ്ഞു. അമ്മക്ക് ഷോക്ക്. എന്താ നീ പറയണ അമ്മിയാ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. ഞാൻ നിൽക്കാൻ പോകുന്നത്, ഞാനിവിടുന്ന് പോവാ എന്ന് കയറിയാൻ തുടങ്ങിയ. ശരി അമ്മ അച്ഛൻ പറയുന്നത് നിനക്ക് ഓക്കെയാണ് ഓക്കെ പറയാം. അമ്മ ഒരാൾ അക്സെപ്റ്റ് ചെയ്താൽ ബാക്കി വേറൊരു 6 പേർക്ക് മുറക്കി വെച്ചാൽ അവരുടെ ഫ്രണ്ട്സ് വെച്ചാൽ അതുകൊണ്ട് അവർ പിരിച്ച ശരിയല്ല. അപ്പം ഞാനൊരു ഐഡിയ പറയാം. എൻ്റെ അച്ഛനൊരു ഐഡിയ പറഞ്ഞു. എന്താ അച്ഛാ, കാതിൽ കുസു കുസു എന്ന് പറഞ്ഞു. ഓക്കെ അച്ഛാ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ശരി ഇപ്പം അത് അങ്ങനെ ഹീറോയുടെ അച്ഛൻ ഒരു കോൾ ചെയ്ത ഒരാളെ വരുത്തി. ഹലോ അങ്കിൾ ആൻറ്റി എന്ന് പറഞ്ഞ ചക്ക പറഞ്ഞു. ജാക്സൺ. ഹായ് ജാക്സൺ, ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചോ ജാക്സൺ. ശരി ഓക്കെ, പ്ലാൻ ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ ആൻറ്റി ഓക്കെ അങ്കിൾ, നിങ്ങളെ പ്ലാൻ എനിക്ക് മനസ്സിലായി. ഞാൻ